ഇത് എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഉണ്ടാക്കിയ ചപ്പാത്തി കേട്ടോ. അവൻ ഷർട്ട് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ ഫുൾ ബോഡി കാണിക്കുന്നില്ല. എന്നാലും നമ്മൾ ചപ്പാത്തി ഏകദേശം ഒരു 3/4% ഉണ്ടാക്കിയതിന് ശേഷം അവസാനം വരുന്ന 2 പീസ് എടുത്ത് മക്കളുടെ കൊടുക്കുക. അവരത് പരത്തി പഠിക്കട്ടെ. 2 ഗുണമുണ്ട്. എന്നാന്ന് വെച്ചാൽ 1.5 ഒരു 2 മണിക്കൂറും കൊണ്ട് ഒരു ചപ്പാത്തി പരത്തി തീർത്തുള്ളൂ. ഓ, ചപ്പാത്തി എവിടെ നിന്ന് പറിച്ചെടുക്കാൻ പുള്ളി ശ്രമിക്കുന്ന കേട്ടോ. ചപ്പാത്തി പലക പൊട്ടിക്കരുത് കേട്ടോ, പുതിയ ചപ്പാത്തി പലക. എന്താണെങ്കിലും ഒരു 2 മണിക്കൂർ ഈ പുറകെ പോകും. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തരാറുണ്ട് വല്ലപ്പോഴുമൊക്കെ. പിന്നെ എന്നൊക്കെ ചെയ്ത് ഒരു ദോശ ഇടും, അപ്പം ചുടും. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ പുള്ളിക്ക്. പിന്നെ നമ്മൾ പണിയൊക്കെ ചെയ്തതിന് ശേഷം അവസാനം വരുന്നൊരു 2 അപ്പത്തിന് മാവോ അല്ലെങ്കിൽ ഒരപ്പത്തിന് മാവോ ഒക്കെ പുള്ളിക്കുള്ള മാത്രം ചുട്ടെടുത്തുകൊണ്ട് പൊക്കളാൻ പറയണം. അല്ലെങ്കിൽ കണ്ടല്ലോ നമ്മുടെ സമയം ഇച്ചിരി വേസ്റ്റൊക്കെ ആവും. സാധനങ്ങൾ കുറച്ചൊക്കെ വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ചപ്പാത്തി ഇവിടെ ചുട്ട് വെച്ചേക്കുന്നത് ഇത് സാമാന്യമുള്ള ചപ്പാത്തി ഇച്ചിരി നെയ്യ് കൂടുതലുള്ള ചപ്പാത്തി. ഞങ്ങൾക്ക് ഇതിൻ്റെ അടിയിലേക്ക് നെയ്യില്ലാത്ത ചപ്പാത്തി ഉണ്ട് കേട്ടോ. ഇതവന് 3 വേണമെങ്കിൽ. എനിക്കുള്ളത് നെയ്യില്ലാത്തത് കേട്ടോ. ഇനി ഇത്രയും നെയ്യ് കഴിക്കുവാണോ എന്നൊന്നും ആരും ചോദിക്കരുതേ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചുവിട്ടു. വെള്ളം തീരെ കുറവായിരുന്നു. അപ്പോൾ ഇതാ ചപ്പാത്തിക്ക് കറി കിഴങ്ങേറി കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം കഴിക്കുന്ന ഫുഡ് കേട്ടോ. ഇവിടെ കുട്ടാപ്പി ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി